ഒരു കാലത്തെ ഈ ബൺ നിറച്ചത് നമ്മുടെ നോമ്പ് സൽക്കാരങ്ങളിലൊക്കെ സ്ഥിരം ഒരു താരമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അധികം അങ്ങനെ ആരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. അതെന്താണാവോ? കാരണം ഈ ബണ്ണ് തുരച്ചുണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടോ എന്തോ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നോമ്പ് സൽക്കാരങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവങ്ങളിൽ പെട്ടാ കേട്ടോ ഈ ഒരു ബൺ നിറച്ചത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോഴേ നമുക്ക് എങ്ങനെയാണ് ഇന്ന് ബൺ നിറച്ചത് തയ്യാറാക്കുന്നത് നോക്കാല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബണ്ണെടുക്കുക. അതിൻ്റെ ഈ താഴ്ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ അകത്തേന്ന് മാറ്റി വെക്കുന്ന ആ ഒരു പീസസ് ഉണ്ടല്ലോ അത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ബേജാറാവണ്ട. നമുക്കും അതും ആവശ്യമുണ്ട് കേട്ടോ. അപ്പം അതേ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെച്ചോളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ക്വയറായി കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ അതൊന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. കാരണം അത് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് അടക്കുമ്പോഴേ ആ ഭാഗം അവിടെ അങ്ങനെ കിടന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ ആദ്യമേ റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാളയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടീസ്പൂണോളം ഉണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കേട്ടോ, അത് അത്യാവശ്യം വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചേർത്തേക്കുന്നത്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു തക്കാളിയാണ് ആവശ്യം. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി ഉടഞ്ഞൊന്ന് വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തോളൂ. ഇതെല്ലാം നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം മസാലകൾ ചേർക്കാനുള്ള സമയമാണേ. പ്രത്യേകം പറയുകയാണെങ്കിൽ ഒരുപാട് മസാലകൾ ചേർക്കരുത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ബ്രെഡിൻ്റെ പീസ് ഉണ്ടല്ലോ അത് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ ഒന്ന് വെറ്റായി വന്നോളും. അപ്പോൾ ഇതിലേക്ക് അങ്ങ് നല്ല പോലെ യോജിച്ചും വന്നോളൂ കേട്ടോ. അപ്പം നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു 3 ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇതുപോലെ നടുക്കായിട്ട് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഒന്ന് അടച്ചു വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ച് ഇതൊന്ന് കലക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബണ്ണിലേക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ മസാല അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ സൈഡിലേക്കൊക്കെ ആക്കിയിട്ട് അങ്ങ് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച ആ ഒരു മുട്ട ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡിൻ്റെ പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ലല്ലോ, ഇതൊന്ന് അടച്ചു വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൈൻഡിങ്ങിന് നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു മൈദയുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഇതുപോലെ സൈഡിലേക്കൊക്കെ ആക്കിയിട്ട് അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അങ്ങ് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് നിന്നോളും. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബണ്ണ് ഓരോന്നായിട്ട് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഞാനേ ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താ അറിയോ, ഇതിൻ്റെ ആ ഒരു നടുക്ക് ഭാഗം മാത്രം കുറച്ചായിട്ട് ഓവറായിട്ട് കുക്കായി പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്യല്ല, ജസ്റ്റ് ഇതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ടോസ്റ്റായി വന്നാൽ മതി കേട്ടോ. എല്ലാ ഭാഗവും ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗം മാത്രമല്ല, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ സൈഡ് ഭാഗത്തെ ഇതുപോലെ ആക്കിയിട്ട് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗവും ഇതുപോലെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഭവം റെഡി ആയിട്ടോ. ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ചത് പോലും അറിയില്ല. അതുപോലെ നമ്മൾ ബണ്ണിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് കഴിക്കുന്ന പണി മാത്രമേ നമുക്ക് ഇനിയുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാലേ ഷെയർ ചെയ്യാൻ കൂടെ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.